ഹലോ ഗൈസ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 200 കിലോ പിന്നെ ഭക്ഷണം നമ്മൾ വെച്ച് കൊടുക്കുന്നത് നമ്മുടെ നാട്ടിൽ. അപ്പോൾ നമ്മളെല്ലാവരും കുടിക്കണം, നമ്മുടെ സൗഹൃദം എല്ലാവരും കുടിക്കണം, നാട്ടുകൂട്ടം അങ്ങനത്തെ പരിപാടിയാണ്. അപ്പോൾ ബാക്കി പറയും. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചുവടുവെപ്പാണ്. അപ്പോൾ എല്ലാവരും സഹകരിക്കണം. ഇനി മുതൽ അങ്ങോട്ട് നമ്മൾ നല്ല ഒരു പ്രവർത്തനം തന്നെ കാഴ്ചവെക്കുന്നതാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ഇനിയുള്ള കാര്യങ്ങൾ ഇപ്പം നമ്മുടെ നാട്ടുകാർക്ക് മാത്രമേ ഉള്ളൂ. ഇനിയുള്ള കാലം മൊത്തത്തിൽ പുറത്തുള്ള ഏത് ആൾക്കാർക്കും വന്നാലും നമ്മൾ അതിനുള്ള സൗകര്യം, ഫുഡിൻ്റെ കാര്യം തീർച്ചയായിട്ടും അനുഗ്രഹം വേണം. അതുപോലെ തന്നെ സഹകരണം എല്ലാ കാര്യത്തിലും ഉണ്ട്. അതിപ്പോൾ നമ്മുടെ നാട്ടിലെ ഉത്സവം ആണെങ്കിലും അതുപോലെ തന്നെ നബിദിനത്തിൻ്റെ കാര്യമാണെങ്കിലും ഓണം അതുപോലെയുള്ള ബക്രീദ് അങ്ങനെയുള്ള ആഘോഷങ്ങളാണെങ്കിലും നമ്മുടെ എല്ലാ കാര്യത്തിലും ഒരു മനസ്സോടെ ഒറ്റക്കെട്ടായി ഈ നാട്ടിലൊരു സംഭവമാണിത്. അപ്പോൾ അതിൻ്റെ അങ്ങനത്തെ ഒരു തുടക്കാണ് ഇപ്പോൾ നമ്മൾ ഈ പതികളുടെ പുറത്തുള്ള ആൾക്കാർക്ക് ഈ മലബാർ മേഖലകൾക്ക് നന്നായിട്ട് അറിയാം. പതികളുടെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പുരാണ ഇസ്ലാമിൻ്റെ ചരിത്രത്തിലുള്ള സംഭവമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ആഘോഷമാണ് ഇന്ന്. അപ്പോൾ അതിന് വേണ്ടി ഞങ്ങൾ നമ്മുടെ നാട്ടിലുള്ള എല്ലാവരും അങ്ങനെ വിജയകരമായി തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുന്നു. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി സ്നേഹം, ഒത്തിരി സന്തോഷം. അവിടെ കുഞ്ചു, മാമണിക്ക, നിങ്ങളപ്പ, പിന്നെ ആരാ? അമ്മണിക്കല്ല, അരിക്ക. മാമണ്ട്. മതി ശാഖ എടുത്തോ. നമുക്ക് എന്തായാലും തീർച്ചയില്ലല്ലോ. അപ്പൊ ഇതൊരു സ്റ്റേജ് ആർക്കറിയോ? ഒക്കാണോ വെച്ചാണ്? ഡോണ മതിയാ? ഡോണ മതിയാ? അവിടെ മോട്ടർ അടിക്കാൻ പറഞ്ഞ പറ്റും. അനുശാക്ക് എങ്ങനെ പൊട്ടിച്ചേട്ടാ? അങ്ങനെ കട്ട് ചെയ്തേക്കണേ. പൊന്തട്ടെ. ആ ഇവാ
ഡോണ ഓഫ് ചെയ്യട്ടെ. ഞാൻ പറഞ്ഞത് അരക്കിലഞ്ച് എടുത്തോ, നാളെ 300 രൂപ. അല്ലയോ അല്ലയോ ഇത് മുകളിൽ നിന്ന് ചോറിടും, മൊത്തം അടിയിൽ നിന്ന് കോരിടല്ലേ? അടി ചേർത്ത് കോരലട്ടോ. റസാക്ക് അറിഞ്ഞിട്ടുണ്ടാ? അതിൽ കൂടുതൽ എന്താ ഉണ്ട്? അപ്പൊ പിന്നെ നമ്മൾ പെട്ടെന്ന് ഒറ്റ കൂട്ടിയ 200 കിലോന്റെ പരിപാടി ആയിക്കണ്. പിന്നെ വയലിപ്പുറത്ത് പള്ളി പോയപ്പോൾ തോന്നിയൊരു പിന്നെ ഐഡിയുണ്ട്. പിന്നെ എല്ലാ കൊല്ലം അതുപോലെ തന്നെ പോകുന്നുണ്ട്. ഇപ്പോൾ ചർച്ചയില്ല, മറ്റൊന്നും ചർച്ചും പരിപാടിയൊക്കെ ഉഷാറായിട്ട് പോകാനുള്ള പരിപാടി. ഇതിലുള്ള ആൾക്കാർ കൊണ്ടു നടക്കും. അതിന്റെ സംഘടനകളൊക്കെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പിന്നെ ചോറ് ബാക്കിയിലൊക്കെ കഴിഞ്ഞ് നമ്മൾ വണ്ടിയിൽ വീട്ടിലേക്ക് നമ്മൾ ഫുഡ് എത്തിക്കാൻ പോവാണ്. ഒരുപാട് ആൾക്കാർ സഹകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും ഇതുപോലെ നല്ല പരിപാടികളായിട്ട് ഒരുപാട് കാലം മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാവരോടും ഒത്തിരി സ്നേഹം, ഒത്തിരി സന്തോഷം. സ്നേഹം മാത്രം.